പുഷ്പ 2വിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. പുഷ്പയ്ക്ക് ശേഷം അല്ലുവിന്റെ ഏത് സിനിമയായിരിക്കും എത്തുക എന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജവാന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം അറ്റ്ലി ഒരുക്കുന്ന ചിത്രത്തിൽ അല്ലു അർജുൻ ആയിരിക്കും നായകനായി എത്തുക എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രൊജക്ട് ഉടൻ നടക്കില്ല എന്ന വിവരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അല്ലു അർജുന് മുൻപും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ത്രിവിക്രം ശ്രീനിവാസ് ആയിരിക്കും പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല വൈകുണ്ഠപുരമുലു, സൺ ഓഫ് സത്യമൂർത്തി, ജൂലൈ തുടങ്ങിയ ചിത്രങ്ങൾ അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്തത് ത്രിവിക്രം ശ്രീനിവാസ് ആണ്. അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ നൽകിയ സംവിധായകനായതുകൊണ്ട് തന്നെ ഈ വാർത്തയറിഞ്ഞ ആരാധകരും സന്തോഷത്തിലാണ്. അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുഷ്പ 2വിനേക്കാൾ ബജറ്റിലായിരിക്കും ഈ ചിത്രം ഒരുങ്ങുക എന്നറിഞ്ഞതോടെ ആരാധകരും ഹാപ്പിയാണ്. പുഷ്പ 2വിന്റെ ക്ലൈമാക്സ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് റിലീസ് തീയതി നീട്ടിയതായി അണിയറ പ്രവർത്തകർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ലാർജ് സ്കെയിലാണ് ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്നതെന്നും ഓഗസ്റ്റ് 15-ന് റിലീസാകേണ്ടിയിരുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഡിസംബർ 6-ലേക്ക് മാറ്റി എന്നുമായിരുന്നു പ്രഖ്യാപനം. മുൻപ് ചിത്രത്തിന്റെ എഡിറ്റർ പിന്മാറിയതിനെ തുടർന്ന് റിലീസ് നീട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രമുഖ ചിത്രങ്ങളുടെ എഡിറ്ററായ റൂബിൻ ഷെഡ്യൂൾ ക്ലാഷ് ആയതോടെ പിന്മാറിയെന്നും ഓഗസ്റ്റ് 15-ന് പുഷ്പ 2 എത്തില്ല എന്നുമായിരുന്നു ആദ്യം വന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് സംവിധായകൻ സുകുമാർ തന്നെ മറ്റൊരു പ്രമുഖ എഡിറ്ററുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ നീളില്ല എന്നും അറിയിച്ചിരുന്നു. പിന്നീട് നവീൻ നൂലി എഡിറ്റിംഗിനായി എത്തിയെന്നും വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ ഷൂട്ടിംഗ് വീണ്ടും നീളുമെന്ന വാർത്തകൾ കൂടിയെത്തി. പ്രധാന താരങ്ങളുടെ ഡേറ്റ് ക്ലാഷ് ആയിരുന്നു പ്രശ്നം എന്നാണ് വിവരം. 2021-ൽ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളുമൊക്കെ ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു. നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എങ്കിൽ കൂടിയും ബോക്സ് ഓഫീസ് കളക്ഷന്റെ കണക്കിൽ പുഷ്പ മുൻപന്തിയിലാണ്. വലിയ മേക്ക് ഓവറുകളൊന്നും നടത്താറില്ലാത്ത അല്ലു അർജുന്റെ വ്യത്യസ്തമായ രൂപമാണ് പുഷ്പ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കണ്ടത്. ആര്യയുടെ വിജയം മുതൽ തന്നെ അല്ലു അർജുൻ സിനിമകൾക്ക് കേരളത്തിൽ നല്ല മാർക്കറ്റുണ്ട്. ഒരുപക്ഷെ നടൻ വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ ദി ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ലഭിച്ചിട്ടുള്ളത് അല്ലു അർജുനാണ്. VFX-നെ കുറിച്ചുള്ള വിമർശനവും ഗുരുത്വാകർഷണം പോലും മറന്നുള്ള ചില ഫൈറ്റുകളും വുമൺ ഒബ്ജക്ടിഫിക്കേഷനും ഒക്കെ പുഷ്പയുടെ ഡീമെറിറ്റുകളായി നിലനിൽക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ വളരെ വലുതാണ്. കേരളത്തിൽ ഈ സിനിമ വൻ വിജയമായതിന് പിന്നിൽ ഫഹദ് ഫാസിൽ എന്ന നടന്റെ പ്രകടനം കൂടിയുണ്ട്. പുഷ്പയുടെ രണ്ടാം ഭാഗം വരുമ്പോഴും മലയാളികൾ കാത്തിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ പ്രകടനത്തിന് വേണ്ടി തന്നെയാണ്. ഇതിനിടെ പുഷ്പ 2വിന് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്തെത്തിയ പാട്ടുകൾക്കാണ് ട്രോൾ ലഭിക്കുന്നത്. ആദ്യം പുറത്തു വന്ന ഒരു ഗ്ലിംസ് വീഡിയോയും വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു. പുഷ്പയും കടുവയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വീഡിയോ ആയിരുന്നു അത്. ട്രോളുകൾ ചിരി പടർത്തുമ്പോഴും 3 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുന്റെ ചിത്രം എന്ന നിലയിലും വമ്പൻ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ വലുതാണ്. അതിനൊപ്പമാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങളും ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നത്.